ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം. ഓപ്ഷൻ ഡി കൂടിയാട്ടം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം കൂടിയാട്ടം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഓപ്ഷൻ എ ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചിങ്ങം 1. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. ഓപ്ഷൻ ബി ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാൻ. ജ്ഞാനപ്പാനയുടെ കർത്താവ്. ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനം നമ്പൂതിരി. ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതേത്. ഓപ്ഷൻ ഡി ചെമ്പരത്തി. ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ചെമ്പരത്തിയാണ്. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 10 ഉണ്ട്. കറുക, മുക്കുറ്റി, തിരുതാളി, മുയൽ ചെവിയൻ, വിഷ്ണുക്രാന്തി, നിലപ്പന, കയ്യോന്നി, ഉഴിഞ്ഞ, ചെറുള, പൂവാങ്കുറുന്തല്. ഒന്നുകൂടി പറയാവേ. ദശപുഷ്പങ്ങൾ 10 ആണ്. കറുക, മുക്കുറ്റി, തിരുതാളി, മുയൽ ചെവിയൻ, വിഷ്ണുക്രാന്തി, നിലപ്പന, കയ്യോന്നി, ഉഴിഞ്ഞ, ചെറുള, പൂവാങ്കുറുന്തല്. അപ്പോൾ നിങ്ങൾ ഈ ചെമ്പരത്തി, തുളസി പോലെയുള്ളതൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ തരുന്നത്. അതൊന്നും ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടത്തില്ല കേട്ടോ. ചെമ്പരത്തി അല്ലെങ്കിൽ തുളസിയൊക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും വരത്തില്ല. ചെമ്പരത്തി, തുളസി ഒന്നും വരത്തില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഐതിഹ്യമാലയുടെ രചയിതാവ്. ഓപ്ഷൻ എ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം. ഓപ്ഷൻ ബി കടവല്ലൂർ. അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം കടവല്ലൂർ. കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭരണി. കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്. കൊടുങ്ങല്ലൂർ ഭരണി. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത്. ഓപ്ഷൻ സി സാമൂതിരി മാനവേദൻ. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് സാമൂതിരി മാനവേദൻ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ മാറിപ്പോകരുത്. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാമൂതിരി മാനവേദനാണ്. അതുപോലെ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഓക്കെ. പാഠകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം. ഓപ്ഷൻ ബി ചാക്യാർ കൂത്ത്. പാഠകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ചാക്യാർ കൂത്ത്. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വച്ച് നടന്നിരുന്ന ഉത്സവം മാമാങ്കം. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ വെച്ചാണ്. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വച്ച് നടന്നിരുന്ന ഉത്സവം മാമാങ്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക ക്ഷേത്ര ദർശനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക ക്ഷേത്ര ദർശനം. കേരളത്തിലെ വാമന ക്ഷേത്രം. ഓപ്ഷൻ എ തൃക്കാക്കര. കേരളത്തിലെ വാമന ക്ഷേത്രം തൃക്കാക്കരയാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഗുരുവായൂർ. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്. ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുട. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്. ഇരിങ്ങാലക്കുട. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ്. ഓപ്ഷൻ എ രേവതി പട്ടത്താനം. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ് രേവതി പട്ടത്താനം. മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം.
ഓപ്ഷൻ സി കോഴിക്കോട്. മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിലവിൽ കെ ജയകുമാർ ആണ്. ഓർത്തുവെക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിലവിൽ കെ ജയകുമാർ ആണ്. കെ ജയകുമാർ. കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്നത് ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്നത് കൊട്ടാരക്കര തമ്പുരാനെയാണ്. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഓപ്ഷൻ ബി 1949. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ എ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രമാണ്. ഓർത്തു വെച്ചോണം, ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം ഓപ്ഷൻ ഡി കഥകളി. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം കഥകളി. രാമനാട്ടം ആരംഭിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാനാണ് ഈ രാമനാട്ടം ആരംഭിച്ചത്. അതാണ് പിന്നീട് കഥകളിയായിട്ട് മാറിയത്. ഓക്കെ. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ വൈശാഖ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂര്. കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് കേട്ടോ. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഒരു ശിവക്ഷേത്രമാണ്, കണ്ണൂർ ജില്ലയിലാണ്. അവിടെയാണ് പ്രശസ്തമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഓക്കെ. അമ്പലപ്പുഴ ക്ഷേത്രം. അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അമ്പലപ്പുഴയിലെ പാൽപ്പായസത്തിന്റെ കാര്യം ഓർമ്മ വരും അല്ലേ? അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പായസമുണ്ട്. അവിടുത്തെ പാൽപ്പായസം ഭയങ്കര പേര് കേട്ടതാണ്. അതുപോലെ തന്നെ വേലകളിക്കും പ്രശസ്തമായ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം കേട്ടോ. പാൽപ്പായസത്തിനും വേലകളിക്കും പ്രശസ്തമായ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭരതപ്രതിഷ്ഠയാണ് കേട്ടോ. ഭരതപ്രതിഷ്ഠയാണുള്ളത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭരതപ്രതിഷ്ഠയുള്ള തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. പ്രതിഷ്ഠ ഏതാണ്? ഭരതൻ. തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കഥകളി യോഗം സ്വന്തമായുള്ള ഏകക്ഷേത്രം ഏതാണ്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? ഓപ്ഷൻ എ തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തില് ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? തിരുവൈരാണിക്കുളം ക്ഷേത്രം. തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഈ വള്ളിക്കാവ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലുള്ള അമൃതാനന്ദമയി മഠത്തിന്റെ ആസ്ഥാനമാണ് കേട്ടോ. വള്ളിക്കാവ് അമൃതാനന്ദമയി മഠത്തിന്റെ ആസ്ഥാനമാണ് വള്ളിക്കാവ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. ഓപ്ഷൻ ബി പൂർണ്ണ ത്രയീശ ക്ഷേത്രം.
സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? ഓപ്ഷൻ ബി പാറമേക്കാവ്. ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവിന്റെ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ 98ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചവാദ്യങ്ങളുടെ കോഡ് നമ്മുടെ ഷോർട്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പഞ്ചവാദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ. അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ കോഡ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോഡുണ്ട്, നമ്മുടെ ഷോർട്സിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചവാദ്യങ്ങൾ എന്നൊന്ന് പറയാം. തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളമാണ് പഞ്ചവാദ്യങ്ങൾ. ഏതൊക്കെയാണ്? തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം. ഓർത്ത് വെച്ചോണം, മറന്നു പോകരുത്. ചോദിക്കാറുള്ള ചോദ്യമാണ്. പഞ്ചവാദ്യങ്ങൾ തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം. ഓക്കെ. അപ്പം അതിൻ്റെ ഒരു സൂപ്പർ കോഡ് നമ്മുടെ ഷോർട്സിലുണ്ട്, ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. എല്ലാവരും പഠിക്കണം. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. അതുപോലെ 700 ശ്ലോകങ്ങളും ഉണ്ട് കേട്ടോ. 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും ഉണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ ബി ചന്ദനക്കാവ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ്? ചന്ദനക്കാവ്. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം ഉപയോഗിച്ച് പാടുന്ന കാവ്യം ഏതാണ്? ഓപ്ഷൻ എ രാമകഥാപാട്ട്. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം ഉപയോഗിച്ച് പാടുന്ന കാവ്യം ഏതാണ്? രാമകഥാപാട്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സുപ്രധാന ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സുപ്രധാന ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ദക്ഷിണ ദ്വാരക, ഗുരുവായൂർ ക്ഷേത്രം. അപ്പം നോക്കിക്കേ, ദക്ഷിണ കാശി, കൊട്ടിയൂർ ക്ഷേത്രം, ദക്ഷിണ ദ്വാരക, ഗുരുവായൂർ ക്ഷേത്രം. ഓക്കെ. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി മംഗളാദേവി ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് ഈ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം, ഇടുക്കി ജില്ലയിൽ തേക്കടിക്ക് സമീപം പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. അപ്പോൾ വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസങ്ങളിലായി നടത്തിവരുന്ന അനുഷ്ഠാന കലാവിശേഷം ഏത്? ഓപ്ഷൻ ബി പൂരക്കളി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസങ്ങളിലായി നടത്തിവരുന്ന അനുഷ്ഠാന കലാവിശേഷം ഏതാണ്? പൂരക്കളി. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉള്ളത്. ഈ ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? ഓപ്ഷൻ സി ഗജേന്ദ്ര മോക്ഷം. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉള്ളത്. ഈ ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? ഗജേന്ദ്ര മോക്ഷം. യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ക്ഷേത്ര കല ഏതാണ്? ഓപ്ഷൻ എ കൂടിയാട്ടം.
യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ക്ഷേത്രകല ഏതാണ്? കൂടിയാട്ടം. താഴെ പറയുന്നവരിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രബോധകൻ ആരാണ്? ഓപ്ഷൻ സി ശങ്കരാചാര്യർ. താഴെ പറയുന്നവരിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രബോധകൻ ആരാണ്? ശങ്കരാചാര്യർ. കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച കവി ആര്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായിട്ട് 1930 ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓർത്തു വെച്ചോണം. കഥകളിയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായിട്ട് 1930 തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ് 1930. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. ഓക്കെ. അപ്പൊ കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേനോപനിഷത്ത് പ്രധാനമായും ഏത് വിഷയത്തെ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ സി ബ്രഹ്മജ്ഞാനം. കേനോപനിഷത്ത് പ്രധാനമായും ഏത് വിഷയത്തെ പ്രതിപാദിക്കുന്നു? ബ്രഹ്മജ്ഞാനം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്? ഓപ്ഷൻ എ പരശുരാമൻ. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്? പരശുരാമൻ. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? ഓപ്ഷൻ സി അർജുനൻ. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനന്റെ. അതുപോലെ പാഞ്ചജന്യം എന്ന ശംഖ് ശ്രീകൃഷ്ണന്റെയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. പാഞ്ചജന്യം എന്ന ശംഖ് ശ്രീകൃഷ്ണന്റെയാണ്. സവ്യപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തില്? ഓപ്ഷൻ എ ശിവക്ഷേത്രത്തില്. സവ്യപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ശിവക്ഷേത്രത്തില്. ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്താറില്ലല്ലോ, നിങ്ങൾക്കറിയത്തില്ലേ? നമ്മളൊരു ആ തീർത്ഥധാര, അതായത് നമ്മുടെ ആ തീർത്ഥം കിട്ടുന്ന ആ സ്ഥലമാകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കുകയല്ലേ ചെയ്യുന്നത്. അതിനാണ് കേട്ടോ ഈ സവ്യപസവ്യ പ്രദക്ഷിണം എന്ന് പറയുന്നത്. ശിവക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു പ്രദക്ഷിണം വെക്കുകയല്ല ചെയ്യുന്നത്. പകുതി വരെ പോയിട്ട് തിരിച്ചു വരുമല്ലോ. അതായത് ആ തീർത്ഥം കിട്ടുന്ന സ്ഥലമാകുമ്പോൾ തീർത്ഥം ഒഴുകി വരുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമല്ലോ. അതിനാണ് ഈ സവ്യപസവ്യ പ്രദക്ഷിണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സവ്യപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ശിവക്ഷേത്രത്തിൽ. എല്ലാ ശിവക്ഷേത്രത്തിലും അങ്ങനെയാണ്. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാ ഗോവിന്ദത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ ബി ജയദേവ കവി. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാ ഗോവിന്ദത്തിന്റെ കർത്താവ് ജയദേവ കവി. മാഘമാസത്തിൽ വരും കൃഷ്ണായാം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? ഓപ്ഷൻ ഡി ശിവരാത്രി. മാഘമാസത്തിൽ വരും കൃഷ്ണായാം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവരാത്രി. അതായത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് കേട്ടോ. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. അതാണ് ഇങ്ങനെ പറയുന്നത്. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണ് ഉള്ളത്? ഓപ്ഷൻ എ അയ്യപ്പൻ. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്ന് എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത്? അയ്യപ്പന്റെ. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ സി 4. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചിട്ടുണ്ട്? 4. ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പാണി. ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാണി.
സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതെന്നാണ് 1892. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ ബി ശങ്കര ഭാഗവത് പാദർ. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? ശങ്കര ഭാഗവത് പാദർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷേത്ര ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻ ഡി പാദം. ക്ഷേത്ര ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? പാദം. ശ്രീകോവില് ശിരസ്സായിട്ടാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത്. ശ്രീകോവില് ശിരസ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ക്ഷേത്ര ഗോപുരം കണക്കാക്കുന്നത് പാദമായിട്ടാണ്, അതുപോലെ ശ്രീകോവില് കണക്കാക്കപ്പെടുന്നത് ശിരസ്സായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.